അതെ ഒന്ന് വേഗം പറിച്ചു നോക്കി. അടുക്കളയിൽ ഇനി കൊറേ പണിയുണ്ട്. കൊട്ടത്താളത്തിൽ കുറച്ച് പാത്രം ഇട്ടിട്ടുണ്ട്. തുണി കഴുകാൻ സോപ്പും പൊടിയിൽ വെള്ളം ഇട്ടിട്ട് അങ്ങോട്ട് പോയിക്കോ, ഞാൻ പറിച്ചോളാം. ആൾക്കാർ കാണും. ഞാൻ ഇവിടെ നിന്നാലും നിങ്ങൾ പണിയെടുക്കുള്ളൂ. വേഗം നോക്കിക്കോളി. ഞാൻ പണിയെടുത്തോളാം. ഈ വരുമ്പോൾ ഒക്കെ ചെയ്തോളാം. അതൊക്കെ ആരാ പറിക്കുക? അതാ കിടക്കണം അവിടെ പുല്ല്. അതൊക്കെ ആര് വന്ന് പറിക്കിച്ചിട്ടാ? അതൊക്കെ പറയാം. ആരും ഇവിടെ ഒന്നും ആരും ഇല്ല. ആര് കേൾക്കാനാണ്? തുടയ്ക്കാണ്ട്, അടിക്കാനുണ്ട്. ഞാൻ നോക്കി. വേണ്ട വേണ്ട, ഈ പുല്ല് പറിച്ചിട്ടുള്ള ബാക്കി പണികൾ മതി. അതാ അവിടെ ഉള്ള ഒന്നും വൃത്തിയായിട്ടില്ലല്ലോ. അല്ല എന്താ നോക്കിക്കണം? നല്ല പോലെ പറിച്ചാ പണിക്കാരെ വെച്ചാ പോരെ. പണിക്കാരെ പറിച്ച കൂലി കൊടുക്കണ്ടേ? നിങ്ങൾക്ക് എന്താ ഇവിടെ പണി? പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. ഈ മൊബൈലിൽ കുത്തിരിക്കുന്ന നേരം കുറച്ച് എക്സസൈസ് ഒക്കെ നല്ലത് തന്നെ. കുട്ടികളൊക്കെ കാണുന്നുണ്ട്. ഏത് കുട്ടികളൊക്കെ അങ്ങോട്ട് പോവാണ്. സൈക്കിളിൽ പോയ കുട്ടികളൊക്കെ കാണൂലേ. അത് നല്ല പോലെ പറിക്കും. ഇനി പുല്ല് കുഞ്ഞി വേര് പൊന്തി വരും. അതൊക്കെ അവിടെ ഒക്കെ ഇരിക്കണ പുല്ല്. അതൊക്കെ വൃത്തിയിൽ പറിച്ചോളാം. ഞാൻ ഇവിടെ നിന്നോളാം, നിങ്ങൾ പറിക്കും. പിന്നെ അവിടെ ഇവിടെയും നോക്കി വർത്താനം പറയാൻ നിൽക്കണ്ട. ഞാൻ അടുക്കളയിൽ അരി ഇട്ട് കഴിഞ്ഞു. അന്ന് എന്തോ നോക്കിയിട്ട് ഇപ്പണ്ട് വരാട്ടാ. വേഗം പറക്കി, ഞാൻ വരുന്നതിന് മുന്നേ. പണിക്ക് പോയാ മതിയായിരുന്നു. പുല്ല് പറിക്കല്ല, പറിപ്പിക്ക. അത് വെറുതെ അല്ലട ഞങ്ങൾക്ക് ഉള്ളിപ്പില്ലേ? സത്യത്തില് ഇവിടെ ഇപ്പൊ ഇയ്യ ഭാര്യ, ഓള ഭാര്യ അങ്ങനെ ഞങ്ങള് രസത്തിന് ചിലപ്പോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും. ഓള് ഭർത്താവും അല്ലേ? അതല്ലേ? ഇത് കഥയുടെ ഞാൻ ഇത് ഇങ്ങനെ ഒരു ആണുങ്ങളെ ഇങ്ങനെ ഇവിടെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ന്യായം വെക്കണേ ഞാൻ കേട്ടുകൊണ്ടിരിക്കായിരുന്നു. പിന്നെ ഞാൻ കേൾക്കാതെ പറിച്ചൂടിയും ഫോൺ എടുക്കാൻ പോലും ഓള് സമ്മതിച്ചില്ലല്ലോ എന്നോട്. പുറത്ത് പറയില്ലട്ടാ. ഞാൻ എന്താ പുറത്ത് പറയാനുള്ള? ഇതിപ്പോളേ ശരിക്ക് ഒരു ഭർത്താവിനെയാണ് ഒരു ഭാര്യ നിന്നിട്ട് ഇങ്ങനെ കൊച്ചാക്കിയിട്ട് പുല്ല് അർപ്പിക്കണ്. തുടക്കാണ്ട് എന്നല്ലേ ഇനി പറഞ്ഞ്? അത് ഇന്റെ അടുത്ത് ആവല്ലേ. എനിക്ക് കാര്യമൊക്കെ ഞാൻ ഇപ്പൊ ഇവിടെ നിന്നിട്ട് മുഴുവൻ കേട്ട്. നിങ്ങളാരും എന്നെ കണ്ടില്ല. അത് കാരണം എന്റെ സ്ഥാനത്ത് ഞാനിട്ടാണെങ്കിൽ ഓളനെ കൊന്നിട്ട് ഞാൻ ഇപ്പൊ സെൻട്രൽ ജയിലിൽ പോയിട്ടുണ്ടാവും. എന്താ ഈ നോക്കണ്? എടാ ചെങ്ങായി, ഒരു ആണത്തം വേണ്ടേ? അത് കാണിക്കണ്ടേ? പെണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ അടിമയായിട്ട് നിക്കല. ഈ ഓളെ എന്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുന്നതല്ലേ? അല്ലാതെ അന്ന കല്യാണം കഴിച്ചുകൊണ്ട് കൊടുന്നതല്ലോ. എന്തെങ്കിലും പറഞ്ഞു ഓള് പോയ അങ്ങനെ ഒരെണ്ണം പോയാൽ 10 പെണ്ണിനെ കിട്ടും. 10 അല്ല 100 എണ്ണത്തിനെ കിട്ടും. കയ്യില് പൈസ ഉണ്ടെങ്കിൽ പെണ്ണിനെ ക്ഷാമം അവിടെ ഒക്കെ നടക്കും. ഒരു 2 എണ്ണം കൊടുത്തൂടാ മോന്തക്ക് ഇത് പറയുമ്പോ? കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. ഞാൻ ചിലപ്പോ വിചാരിക്കുകയൊക്കെ ചെയ്യും. വിചാരിച്ചാ പോരാ, കയ്യൂക്ക് വേണം. അടിച്ചിട്ടാണ് പുറം പൊളിക്കുക. ഈ ജാതി പരിപാടിയാ ചെയ്യൽ ഭർത്താക്കന്മാരോട്. ഇപ്പൊ എന്റെ വീട്ടിലെ അവസ്ഥ നോക്ക്. അനങ്ങൂലല്ലോ. ഞാൻ ഒരു വരയുണ്ട് വരച്ചാ വരയുടെ അപ്പുറണ്ട് കിടക്കില്ല. അങ്ങനെ വേണം, പേടിപ്പിച്ച് നിർത്തണം. ഇല്ലാച്ച കുറ്റങ്ങളൊക്കെ ഭയങ്കര മോശം പെരുമാറ്റാവും. ഒന്ന് കൊടുത്തോക്കല്ല. ഒന്നല്ല, കൊടുത്തോ താപ്പിന് തിരിച്ചാൽ എന്റെ കയ്യിനല്ലേ. ഇങ്ങനെയാണ് പെണ്ണുങ്ങളുടെ അടുത്ത് പെരുമാറല്. അങ്ങനെയല്ലേ? ഇപ്പൊ എന്താ വെച്ചാൽ ഈ പെണ്ണുങ്ങളെ തച്ച് കഴിഞ്ഞാൽ വലിയ വിഷയമല്ല. ഒരു വിഷയവും ഇല്ല. ആര് വിഷയം ഉണ്ടാക്കണ്? ഏറി കഴിഞ്ഞാൽ പോലീസിൽ പോയിട്ട് കേസ് കൊടുക്കും. അതൊക്കെ കണ്ട് കോംപ്രമൈസ് ആയി അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ. എന്താ പോലീസ് സ്റ്റേഷൻ കയറുന്നത്? ആണുങ്ങൾക്ക് കയറാനുള്ള തന്നെ പോലീസ് സ്റ്റേഷൻ. അത് ശരി. എന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഉണ്ടല്ലോ, അടിയുടെ പൊടിപൂരാവും ദിവസവും. ഇവിടെ ഒരുത്തിണ്ടല്ലോ എന്റെ ഭാര്യ, മുണ്ടൂലല്ലോ. മുണ്ടരുതെന്ന് പറഞ്ഞാ പിന്നെ അനങ്ങില്ല. അതെ, ഞാൻ പോയോട്ടെ. ഇപ്പൊ അവിടുന്ന് ചിലപ്പോ കണ്ടു കഴിഞ്ഞാൽ പേടി തന്നെയല്ലേ? എന്തിനാടാ ഇങ്ങനെ ആണാന്ന് പറഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്നത്? ശരി എന്നാ ഞാൻ എല്ലി നിലം തുടക്കി പറയല്ലട്ടാ. ഞാൻ ആരോടും പറയുന്നില്ല. ചെല്ല്, കക്കൂസൊക്കെ കഴുകാനുള്ളതല്ലേ. ചെല്ലടാ. എന്തൊരവസ്ഥയും ആലോചിച്ച് നോക്കെ. ഞാനേ ആണുങ്ങളുടെ ഗതികേട്. ഓയ് ഇവിടെ 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 വായോ. എന്താ ഇവിടെ പരിപാടി? ഒന്നല്ല, ഞാൻ വെറുതെ
പുല്ലൊക്കെ പറിച്ചോ? പുല്ല് അവിടെ അരി പറിച്ച്. അരിയല്ല, നിങ്ങളോട് പുല്ല് പറിക്കാൻ പറഞ്ഞിട്ടുണ്ടതില്ലേ? ആ ഒരു ഇതാ ആ കണി കണ്ടാന്റെ വീട്ടിലെ കാര്യം അന്വേഷിക്കുക. ഇതിപ്പോ എന്താ അവിടെ ഇവിടെയും പുല്ല് പറി? വേഗം പറിക്ക്, അത് കഴിഞ്ഞിട്ട് കുറച്ച് പണി ഉണ്ടാകത്ത്. ഇനി എന്ത് പണി? രാവിലെ കഴിഞ്ഞത് മാത്രമേ ഉള്ളൂ പണി, ഇനി ഒരുപാട് പണിയുണ്ട്. ആ ചോറ് ഊറ്റണം, തുടക്കണം, അടിക്കണം, മാറലാട്ടണം. ഒരു ഞായറാഴ്ച കിട്ടിയതാ, എനിക്ക് പണിക്കാൻ നേരില്ല. ഓ